ഇറാൻ US വെടിനിർത്തൽ ധാരണയിൽ നിലപാട് അറിയിക്കാതെ ട്രംപ് വൈറ്റ് ഹൗസിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നായിരുന്നു പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നത്. എന്നാൽ 2 മണിക്കൂർ നീണ്ടുനിന്ന യോഗം അവസാനിച്ചിട്ടും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം ട്രംപ് അവകാശപ്പെട്ടതുപോലെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നത് സമാധാന കരാർ വ്യവസ്ഥയിൽ നിന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ട്രംപ് വീണ്ടും ഒന്ന് പറയുന്നു, അത് നടക്കുന്നുമില്ല. നേരെ മറിച്ച് ഇറാൻ ആവട്ടെ ട്രംപ് പറയുന്നതൊക്കെ വെറുതെയാണ് എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടും വന്നിട്ടുണ്ട്. എന്താണ് വിശദാംശം? ഹരി, സമാധാന കരാർ ഒരു കരയ്ക്കെടുക്കാത്ത സാഹചര്യം തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസവും കാണാനാകുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് അത് നോക്കിക്കണ്ടത്. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ഒരു സുരക്ഷാ സമിതി യോഗം ചേരുകയാണ്. ആ സുരക്ഷാ സമിതി യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം താൻ തൻ്റെ അന്തിമ തീരുമാനം അറിയിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം നിലപാട് അറിയിച്ചിരുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ സമാധാന കരാറിൻ്റെ കരട് രേഖയിൽ പറയുന്ന ചില വ്യവസ്ഥകളും ട്രംപ് പങ്കുവച്ചിരുന്നു. ഈ വ്യവസ്ഥകൾ ചർച്ചയായപ്പോൾ തന്നെ ഇതിൽ പലതും ഇറാൻ അംഗീകരിച്ചിരിക്കില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു. എന്നാലും ട്രംപിന്റെ തീരുമാനമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ട്രംപ് ആ പറഞ്ഞ വ്യവസ്ഥകളിൽ ചിലതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കില്ല എന്നുള്ള ഉറപ്പ് US നൽകണം. അതുപോലെ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറക്കണം. യാതൊരുവിധ ടോളും അവിടെ ഒരു കപ്പലിൽ നിന്നും ഈടാക്കാൻ പാടില്ല. അതുപോലെ എന്തെങ്കിലും അണ്ടർ വാട്ടർ സീ മൈനുകൾ ഇറാൻ ഇപ്പോഴും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവ എത്രയും വേഗം നീക്കം ചെയ്യണം. അതുപോലെ ഇത്രയും കാര്യങ്ങൾ, അതുപോലെ അതായത് ഈ ഉപരോധം, അതുപോലെ ആണവായുധം നിർമ്മിക്കില്ല എന്നുള്ള ഉറപ്പ്, ഇതെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം US ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇറാനിലുള്ള ന്യൂക്ലിയർ ഡസ്റ്റിന്റെ കാര്യം, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെയുള്ള ആണവ സാമഗ്രികളുടെ കാര്യം, ഈ ആണവ സാമഗ്രികൾ US അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ചേർന്ന് നശിപ്പിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ യാതൊരുവിധ സാമഗ്രികളുടെയും അതുപോലെ തന്നെ പണത്തിൻ്റെയും വിനിമയം ഉണ്ടാകില്ല എന്നും ട്രംപ് തൻ്റെ ഈ പോസ്റ്റിൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തരം ട്രംപിൻ്റെ ഈയൊരു വാദങ്ങളെല്ലാം സത്യവും അസത്യവും കലർന്നതാണെന്നാണ് ചില ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും IRGCയുമായി ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളാണ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അവരുടെ ഒരു വാദമനുസരിച്ച് ആണവായുധ വിഷയം ഒന്നും തന്നെ സമാധാന കരാറിൻ്റെ ഭാഗമായിട്ടില്ല. അതുപോലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുന്ന കാര്യം തങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഇറാന്റെ സുരക്ഷയും അതുപോലെ തന്നെ മറ്റ് ദേശീയ സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഈ ആണവ സാമഗ്രികൾ, ന്യൂക്ലിയർ ഡസ്റ്റ് തുടങ്ങിയിട്ടുള്ളവ US നശിപ്പിക്കുമെന്നുള്ള ആ ഒരു വാദവും നിലവിൽ അവർ തള്ളിക്കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇറാൻ പറയുന്നത് അവരുടെ ഒരു നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം, അതായത് യുദ്ധം കാരണം ഇറാനിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് പരിഹാരമായിട്ട് $12 ബില്യൺ നൽകണം എന്നുള്ള ആവശ്യം കൂടി ഇറാനിയൻ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഇറാന്റെ ചില മുതിർന്ന ഉപദേഷ്ടാക്കളാണെങ്കിലും അവരുടെ ചില മുതിർന്ന നേതാക്കളാണെങ്കിലും പറയുന്നത്, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈ പറയുന്നത് നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇതുവരെ ഈ ഘട്ടത്തിൽ എടുത്തിട്ടില്ല എന്ന് ഇസ്മായിൽ ബഗൈ പറയുന്നു. അതുപോലെ അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പറയുന്നത് US-ഉമായിട്ടുള്ള സമാധാന കരാർ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാകുന്നതല്ല, അമേരിക്കയുടെ പ്രവൃത്തി അടിസ്ഥാനമാക്കിയിരിക്കും ഇതിൻ്റെ ഒരു ഭാവി എന്നാണ് MB ഖാലിബാഫും കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ട്രംപും മൗനം തുടരുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും കടുംപിടുത്തമുണ്ട്. അപ്പോൾ ഒരു സമാധാന കരാർ അത് ഇപ്പോൾ ഈയൊരു ഘട്ടത്തിൽ സമവായത്തിൽ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാനാകുന്നത്. അല്ല അജയ്, അത് തന്നെയാണ് ഈ $12 ബില്യൺ ബന്ധപ്പെട്ടുള്ള കേസ്, അത് ഉടനെ തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഈ നെഗോസിയേഷൻസിലേക്ക് നീങ്ങില്ല എന്നുള്ള രീതിയിലേക്കും കൂടെ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്നും ഈ ഒരു വടംവലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഒരു ശാന്തമായ വാർത്ത പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്?
തീർച്ചയായിട്ടും ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകൾ കടത്തിവിടുന്നത്. ദിവസവും ഒരു 20 അല്ലെങ്കിൽ 25 കപ്പലുകൾ മാത്രമാണ് ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ കടത്തിവിടുന്നത്. ചില കപ്പലുകൾ, അതായത് ഇറാന്റെ അനുമതിയില്ലാതെ റഡാർ സംവിധാനമൊക്കെ ഓഫ് ചെയ്ത് സാഹസിക മാർഗങ്ങളിലൂടെ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന ചില കപ്പലുകൾക്ക് നേരെ അവർ വാർണിംഗ് സൈൻ എന്നുള്ള നിലയ്ക്ക് വെടിയുതിർക്കുന്ന ചില നടപടികളും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ കപ്പൽ ഗതാഗതം ഇപ്പോഴും ഒരു പ്രതിസന്ധിയിലാണെന്ന് നമുക്ക് കാണാനാകും. ഇതിനു പുറമെ US-ന്റെ ഉപരോധം കൂടിയുണ്ട്. അതായത് ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് അവരുടെ സാമഗ്രികളാണെങ്കിലും ഇപ്പോൾ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പൂർണ്ണമായിട്ടും ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രതിസന്ധികൾ ഇപ്പോഴും തുടരുന്നതാണ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോഴും അമേരിക്കയും ഇറാനും രണ്ട് നിലപാടിൽ നിൽക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം കാരണം ഈ ക്രൂഡ് ഓയിൽ വിലയാണെങ്കിലും അധികം താഴേക്ക് വന്നിട്ടില്ല. ഈ $100 താഴെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില നിൽക്കുന്നുണ്ട്. അത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഈ സമാധാന കരാറിൽ ട്രംപ് ഇപ്പോൾ കൂടുതൽ വ്യവസ്ഥകൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ സമാധാന കരാർ തള്ളിക്കളയുന്ന തരത്തിലുള്ള എന്തെങ്കിലും നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയാണെങ്കിലും അനിയന്ത്രിതമായി മുകളിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ ട്രംപിൻ്റെ നിലപാട് തന്നെയാണ് ഏറ്റവും നിർണായകം. ഈ സുരക്ഷാ സമിതി യോഗം ഉൾപ്പെടെ കഴിഞ്ഞു. അപ്പോൾ ട്രംപിൻ്റെ ഒരു നിലപാട് അദ്ദേഹം വരും മണിക്കൂറുകളിൽ ട്രൂത്ത് സോഷ്യൽ വഴിയോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടോ വിശദീകരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒന്നുകിൽ ട്രൂത്ത് സോഷ്യൽ വഴി അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങൾ മുന്നിൽ കണ്ട് ട്രംപ് ഇതുവരെ നിലപാട് വ്യക്തമാക്കാത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ മീറ്റിംഗിന് ശേഷം ഒന്ന് പറയാം എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്നും പറഞ്ഞില്ല, മൗനമായി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. ഇപ്പോൾ മെയ് മാസം 30 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എന്താണ് അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ ഒരു ധാരണയില്ല.